എൻ്റെ പേര് ശ്രീജിത്ത്, തിരുവനന്തപുരത്ത് നിന്നായിരുന്നു. എൻ്റെ അമ്മ 2022 മെയ് 8-നാണ് ഉടമ്പടി എടുത്തത്. ആദ്യം അമ്മ ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ പറ്റിയാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ഞാൻ 2015 മുതൽ 2022 വരെ ഡിപ്രഷൻ കൊണ്ട് സ്കൂളിലൊക്കെ സ്ട്രഗിൾ ചെയ്തിരുന്നു. സ്കൂളിൽ എനിക്ക് അറ്റൻഡൻസ് ഒന്നും അധികം കിട്ടിയിരുന്നില്ല. എനിക്ക് പഠിത്തത്തിലും വളരെ സ്ട്രഗിൾ ചെയ്തിരുന്നു. പക്ഷേ 2020 കൊറോണ ആയ സമയത്ത് യൂട്യൂബിൽ കൂടി കൃപാസനത്തിൻ്റെ ഒരുപാട് വീഡിയോസൊക്കെ കണ്ട് എനിക്ക് ഒരുപാട് ഇൻസ്പയറായി. അതിന് ശേഷം ഞാൻ നമ്മുടെ പരിചയത്തിലുള്ള റാണി എന്ന് പറഞ്ഞ ഒരു ആൻറ്റി ഇവിടെ ഓരോ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് ബസ്സൊക്കെ വിടുമായിരുന്നു. അവരോട് നമ്മൾ പറഞ്ഞു, ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, പോയാൽ കൊള്ളാമെന്നുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ ആൻറ്റിയുടെ ഫാമിലിയായിട്ട് ആദ്യം പോയി നോക്കിയിട്ട് ഞങ്ങളെ കൊണ്ടുപോയി. ഞങ്ങളിവിടെ വന്നതിന് അതിനുശേഷമാണ് ഞങ്ങളിങ്ങോട്ട് വരുന്നത്. റാണി ആൻറ്റി യുടെ കൂടെ വന്ന് എൻ്റെ അമ്മ 2022 മെയ് 8 ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇൻകൺസിസ്റ്റൻസി മാറി കിട്ടി. ഞാൻ അതിന് മുമ്പ് വരെ, ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് വരെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലോ എവിടെയെങ്കിലും പോയാൽ ഞാൻ ഒരാഴ്ച കൂടുതലൊന്നും എനിക്ക് അവിടെ പോകാൻ പറ്റില്ലായിരുന്നു. ഞാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ പിന്നെ ഒരു ജിമ്മിൽ ജോയിൻ ചെയ്തു. അതിനുശേഷം ഞാൻ 2022 മുതൽ ഇപ്പോൾ വരെ മുടങ്ങാതെ ജിമ്മിലൊക്കെ പോവുകയാണ്. കൺസിസ്റ്റൻസി എനിക്ക് തിരിച്ചു കിട്ടി. രണ്ടാമത്തെ അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ അമ്മ ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. ഡ്രൈവിംഗ് ലൈസൻസിന് ബൈക്ക് ലൈസൻസാണ് കിട്ടിയത്. ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്ന സമയത്ത് ഞാൻ ഒരുപാട് അതിന് പ്രാക്ടീസൊക്കെ ചെയ്തു. അതിനുശേഷം അമ്മ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എനിക്ക് കിട്ടുമെന്നൊരു ഭയം, നെർവസ്നെസ്സൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പോകുന്നതിന് മുമ്പ് കാശ് രൂപത്തിൽ തൊട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയി. ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്ന സമയത്ത് വരെ എനിക്ക് നെർവസ്നെസ് ഉണ്ടായിരുന്നു. ഞാൻ മാതാവേ എന്ന് വിളിച്ച് ടെസ്റ്റ് പൂർത്തിയാക്കി എനിക്ക് ലൈസൻസ് കിട്ടി. അത് രണ്ടാമത്തെ അനുഗ്രഹം. പിന്നീട് അമ്മ ഉടമ്പടി എടുത്ത് ഒരു 7 മാസം വരെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നില്ല. അപ്പോഴും എനിക്ക് പഠിക്കാനുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഞാൻ ഡിപ്രഷൻ അതിനുശേഷം അമ്മയുടെ ഉടമ്പടി തന്നെ ഡിപ്രഷന് വേണ്ടി അച്ഛനെ കണ്ടു. ഡിപ്രഷൻ മാറുന്നതിന് വേണ്ടിയിട്ട് വന്ന് അച്ഛനെ കണ്ടതിന് ശേഷം ഞാൻ ഭയങ്കര ആക്റ്റീവായി. എൻ്റെ ആ മൂഡിനെസ്സും ഗ്ലൂമിനെസ്സും ഒക്കെ മാറി കിട്ടി. ഭയങ്കര എന്തൂസിയാസ്റ്റിക്, ഭയങ്കര ഉത്സാഹമൊക്കെ വന്നു തുടങ്ങി. പിന്നെ അങ്ങനെ വന്നിരുന്നെങ്കിലും എനിക്ക് ഒരു 7 മാസം വരെ എനിക്ക് പഠിത്തത്തിലൊന്നും വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഒരു 7 മാസത്തിന് ശേഷം ഇവിടെ 2023 ജനുവരി 1 ഇവിടെ വന്ന് കൊച്ചച്ഛനെ കണ്ടു. കൊച്ചച്ഛൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ കൊച്ചച്ഛൻ പറഞ്ഞു, നീ പ്രാർത്ഥന മാത്രം പ്രാർത്ഥിച്ചാൽ മതി, നീ ഇവിടെ വന്ന് കുറേ നേരം മാതാവിനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് എൻ്റെ അടുത്തൊന്ന് വരുമെന്ന് പറഞ്ഞു. അന്ന് അച്ഛനോട് പ്രാർത്ഥിച്ചിട്ട് അച്ഛനോട് നമ്മൾ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അന്ന് തന്നെ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കുമ്പോൾ ക്ലാസ്സിൽ ജോസഫ് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കാനുള്ള കൃപ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുമെന്ന്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ പ്രാർത്ഥിക്കാനുള്ള കൃപ കിട്ടി. അത് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് കിട്ടിയ ഒന്നാമത്തെ അനുഗ്രഹം. അതിനുശേഷം പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. അതിനുശേഷം ഞാൻ ലൈസൻസ് എടുത്തിരുന്നുവെങ്കിലും എനിക്ക് ലൈസൻസ് എടുത്തു, എന്നിട്ട് തന്നെ ഞാൻ വണ്ടിയും കൊണ്ട് ദൂരോട്ടൊന്നും ലോങ് ഡ്രൈവ് ഒന്നും പോകത്തില്ലായിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത് ഒരു 2 മാസം ഒരു മാസം ഞാൻ പ്രാർത്ഥിക്കാൻ നല്ലപോലെ പ്രാർത്ഥിച്ച രണ്ടാമത്തെ മാസം തുടക്കത്തിലോ മധ്യത്തിലാണെന്ന് തോന്നുന്നു, ഞാൻ 1 മണിക്കൂർ ജപമാല ചൊല്ലി. അച്ഛൻ്റെ ധ്യാനം കഴിഞ്ഞതിന് ശേഷം 1 മണിക്കൂർ ജപമാല ചൊല്ലിയതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലം വരെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയി. അപ്പം ചെറുതായിട്ട് എനിക്കൊന്ന് പേടി മാറി. തൊട്ടടുത്ത ദിവസം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം എൻ്റെ മനസ്സിൽ ആരോ പറയുന്നു, വണ്ടി എടുത്തുകൊണ്ട് എൻ്റെ വലിയമ്മയുടെ വീട് കരവള്ളം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. എൻ്റെ മനസ്സിൽ ആരോ പറയുന്നു, നീ വണ്ടി എടുത്തുകൊണ്ട് നീ അവിടം വരെ പോയിട്ട് വാ എന്നൊരാൾ പറയുന്നത് പോലെ എനിക്ക് തോന്നി. അന്ന് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് അത്ര ദൂരോട്ടൊന്നും ഞാൻ മുമ്പ് പോയിരുന്നില്ല.
ഞാൻ തിരുവനന്തപുരം തൊട്ട് കരോളം വരെ വണ്ടി എടുത്തുകൊണ്ട് പോയി. അന്നതോടെ എനിക്ക് ദൂരോട്ട് വണ്ടി ഓടിച്ച് പോകാനുള്ള പേടി മാറി. അതിനുശേഷം ഇന്ന് വരെ ഞാൻ അത്യാവശ്യ സ്ഥലങ്ങളിലേക്ക് വണ്ടി ഓടിച്ച് അടുത്തുള്ള സ്ഥലങ്ങളിലോട്ടൊക്കെ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ്. പിന്നെ അതിനുശേഷം എനിക്ക് നേരത്തെ പറഞ്ഞ എനിക്ക് ഞാൻ +1 പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഫ്രീക്വൻറ്റ് യൂറിനേഷൻ ടെൻഡൻസി വന്ന് ക്ലാസ്സിലേക്ക് ഭയങ്കര സ്ട്രഗിളും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഈ കണ്ടീഷനും കൂടെ വന്നതോടെ എനിക്ക് ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. പകുതിയാകുമ്പോൾ എനിക്ക് വാഷ്റൂമിൽ പോകാൻ വേണ്ടിയൊക്കെ തോന്നുമായിരുന്നു. എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ പഠിത്തം ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. പിന്നെ പ്രൈവറ്റായിട്ട് സ്കൂളിംഗ് പൂർത്തിയാക്കി. അതിനുശേഷം 2023 ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ഉടമ്പടി പുതുക്കിയ സമയത്ത് വന്ന് അച്ഛനെ കണ്ട് ഈ കാര്യത്തിനെ പറ്റി പറഞ്ഞ് അച്ഛൻ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് ഈ കണ്ടീഷൻ പൂർണ്ണമായിട്ട് മാറി. ഈ കണ്ടീഷൻ ഇതൊന്നും ഞങ്ങൾ മാറുമെന്ന് വിചാരിച്ചതല്ല. ഞങ്ങൾ ഇതൊന്ന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പോകാത്ത സ്ഥലങ്ങളില്ല, ഒരുപാട് സ്ഥലങ്ങളിൽ പോയി. പക്ഷേ ഞങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു. ഞങ്ങൾക്ക് ഇത് മാറില്ലെന്ന് തന്നെയായിരുന്നു ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇവിടെ വന്ന് അച്ഛനെ കണ്ടതിന് ശേഷം, ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അച്ഛനെ കണ്ടതിന് ശേഷം നമുക്ക് ഈ അവസ്ഥകളിലേക്ക് മാറ്റം വന്നു തുടങ്ങി. ഇപ്പോൾ ഭയങ്കര ആക്റ്റീവാണ്, സോഷ്യലി ആക്റ്റീവാണ്. പിന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കൂടിയൊക്കെ കർത്താവിൻ്റെ സ്റ്റാറ്റസൊക്കെ ഇടും, കർത്താവിൻ്റെ പാട്ടൊക്കെ പാടി പോസ്റ്റൊക്കെ ചെയ്യും. എന്നെ ഇത് ചെയ്യുന്ന സമയത്ത് കുറേ പേര് എന്നെ പരിഹസിച്ചിരുന്നു. എൻ്റെ കൂടെ ജിമ്മിൽ വർക്ക് ചെയ്യുന്നവർ വരെ എന്നെ പരിഹസിച്ചിരുന്നു. പക്ഷേ ഞാൻ അതൊന്നും കൂട്ടാക്കിയില്ല. ഞാൻ പ്രാർത്ഥന തുടർന്നു, ബൈബിൾ വായന തുടർന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞാൻ ബൈബിളൊന്നും വായിച്ചിരുന്നില്ല. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് വന്നതിന് ശേഷം ഒരു വർഷത്തിന് ശേഷം 2024 സമയത്ത് എനിക്കെന്തോ ബൈബിൾ വായിക്കുമെന്നോ ആരോ പറയുമ്പോൾ ഞാൻ പിന്നെ 2024 മുതൽ ഈ വർഷം വരെ ഞാൻ ഒരു 4 പേജ് ബൈബിൾ ദിവസം വായിക്കുകയാണ്. 4 പേജ് ബൈബിൾ ദിവസം വായിക്കുന്നുണ്ട് രാവിലെ. പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം 4 പേജ് ബൈബിൾ ഞാൻ കഴിഞ്ഞ വർഷം തൊട്ട് ഈ സമയം വരെ ഞാൻ വായിക്കുകയാണ്. പിന്നെ ഒരു ബൈബിൾ വായിക്കും. പിന്നെ എനിക്ക് ഞാൻ ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് എടുത്തു പറയേണ്ട ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ജപമാല ചൊല്ലാനുള്ള ഒരു അനുഗ്രഹം കിട്ടി. ജപമാല ഞാൻ ആദ്യമൊക്കെ 1 മണിക്കൂറൊക്കെ വെച്ചാണ് ചൊല്ലിക്കൊണ്ടിരുന്നത്. ഞാൻ അങ്ങനെ തന്നെ കുറേ കാലം തുടർന്നു. പിന്നെ എനിക്ക് പതിയെ ഞാൻ 6 മണിക്കൂർ വരെ ഒറ്റ സ്ട്രെച്ചിന് ജപമാല ചൊല്ലിയിട്ടുണ്ട്. അത്രയും കൃപ മാതാവ് തന്നു. ഇവിടെ ഞാൻ വന്നത്, എനിക്ക് ഇത്രയും കോൺഫിഡൻസ് ഇവിടെ വരാൻ വേണ്ടി കിട്ടിയതിന് കാരണം, ഇവിടെ 2022 അലൻ ദാസ് എന്ന് പറഞ്ഞ ഒരാളും ബിനോയ് എന്ന് പറഞ്ഞ ഒരാളും കൂടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അവരുടെ സാക്ഷ്യം കേട്ട് ഇൻസ്പയർ ആയതിന് ശേഷമാണ് ഞാൻ റാണി എന്ന് പറഞ്ഞ ആൻ്റെ അടുത്ത് പറഞ്ഞത്. അതിനുശേഷമാണ് അവർ ഞങ്ങളെ ബസ്സിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പിന്നെ എനിക്ക് എൻ്റെ സാക്ഷ്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന സമയത്ത് ഒരു 4 ബൈബിൾ വചനം കൂടെ പറയണമെന്ന് തോന്നുന്നുണ്ട്. ആ ബൈബിൾ വചനത്തിൻ്റെ ശരിയായ അക്കം എനിക്കറിയില്ല, പക്ഷേ ഞാൻ ആ വചനങ്ങൾ പറയാം. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവിടെ നിന്ന് രക്ഷിക്കുന്നു. രക്ഷിക്കാനാവാത്ത വിധം അവിടുത്തെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. അവിടുന്ന് മുറിവേൽപ്പിക്കും, പക്ഷെ വച്ച് കെട്ടും. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാൻ ഉപസംഹരിച്ചിട്ട് എൻ്റെ അമ്മയുടെ സാക്ഷ്യത്തിലേക്ക്. ആദ്യമായി അൾത്താരയിൽ കയറിയൊന്ന് സാക്ഷ്യം പറയാൻ ഞങ്ങളെ അനുഗ്രഹിച്ച അമ്മയ്ക്കും തിരുക്കുമാരനും. എൻ്റെ പേര് മായ, തിരുവനന്തപുരത്തു നിന്ന് വരുന്നു. ഞാൻ 2022 മെയ് മാസത്തിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അപ്പോൾ അവൻ്റെ സാക്ഷ്യം അവൻ പറഞ്ഞു. അപ്പോൾ ആ സാക്ഷ്യത്തോടൊപ്പം തന്നെ അവൻ്റെ ഈ പ്രശ്നങ്ങൾ കാരണം എൻ്റെ ഹസ്ബൻഡ് കുവൈറ്റിലായിരുന്നു. അവൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് ക്യാൻസൽ ചെയ്ത് നാട്ടിൽ വന്ന് അപ്പോൾ നിന്ന് കുറച്ച് നാളായപ്പോൾ ഞങ്ങൾക്ക് സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ വന്ന് ഇവൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് ഇവൻ്റെ പ്രശ്നത്തിന് വേണ്ടിയാണ് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ നിയോഗം വെച്ചിരുന്നു, എൻ്റെ ഹസ്ബൻഡിന് വീണ്ടും കുവൈറ്റിലോട്ട് പോകാനുള്ള ചാൻസ് കിട്ടണമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം എനിക്ക് കിട്ടിയത് അതാണ് ആദ്യം എനിക്ക് സാധിച്ചു. ഞാൻ ഉടമ്പടി എടുത്ത് 3-ാമത്തെ മാസം എൻ്റെ ഹസ്ബൻഡിന് പോകാൻ സാധിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയത് അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, എനിക്ക് 7 വർഷമായി ബ്ലീഡിങ് ആയിരുന്നു.
ആയുർവേദം അലോപ്പതിയൊക്കെ കഴിച്ച് യൂട്രസ് റിമൂവ് ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്നിട്ടും ഡോക്ടർ പറഞ്ഞു ഒരു 5 വർഷത്തേക്ക് ബ്ലീഡിങ് ഉണ്ടാവാതിരിക്കാനുള്ള മറീന ഇൻസർട്ട് എന്ന് പറഞ്ഞ് 5 വർഷത്തേക്ക് ഇതിട്ടിരുന്നു. അത് മാറ്റി കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയതുപോലെ ബ്ലീഡിങ് ആയി. ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം എനിക്ക് ഇന്നതുവരെ ആ പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറയുന്നത് ഞങ്ങൾ ഇവൻ്റെ ഈ പ്രശ്നങ്ങൾ കാരണം വീട് മാറി താമസിക്കണം എപ്പോഴും ആൾക്കാർ പറയുമായിരുന്നു. പക്ഷേ എൻ്റെ അമ്മ പഴയ ആളാണ്. അമ്മയ്ക്ക് അവിടെ നിന്ന് മാറി താമസിക്കുക, അമ്മയ്ക്ക് വലിയ ബുദ്ധിമുട്ടാണ്, അമ്മ വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞങ്ങൾ പറഞ്ഞ് നിങ്ങൾ വേഷിച്ച മട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2024 ഒക്ടോബറിൽ ഞാനും എൻ്റെ മോനും ജപമാല റാലിയിൽ പങ്കെടുത്തിട്ട് പോയതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ ബന്ധുവായ ഒരു സഹോദരനെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്കൊരു വീട് നോക്കണം, അവിടെ വാടകയ്ക്ക് വീട് നോക്കണം, മാറി താമസിക്കാനാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ സഹോദരനും വീട് കണ്ടുപിടിച്ച് ഞങ്ങളെ കൊണ്ട് കാണിക്കുകയും ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്തായിരുന്നു. പക്ഷെ ഞങ്ങളത് കണ്ടിട്ടില്ലായിരുന്നു. പക്ഷെ പോയി കണ്ടപ്പോൾ ഞങ്ങൾക്കത് ഇഷ്ടപ്പെടുകയും ഞങ്ങൾ അതിലോട്ട് മാറാൻ തീരുമാനിക്കുകയും ചെയ്തു. അവിടെ ഒക്ടോബർ 26-ാം തീയതി ഞങ്ങൾ ജപമാല റാലിയിൽ പങ്കെടുത്തു. നവംബർ 6-ാം തീയതി ഞങ്ങൾ അവിടെ നിന്ന് വീട് മാറിയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഇപ്പം എന്നെ മാതാവ് ഇങ്ങോട്ട് മാറ്റിക്കൊണ്ട് വന്നു, പക്ഷേ ഇനി ഇവിടെ നിന്ന് മാറിയാൽ ഞാൻ ആ വീട്ടിൽ തന്നെ പോകണമില്ല, അതിനുള്ള വഴി മാതാവ് തന്നെ എനിക്ക് കാണിച്ചു തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. വിശ്വാസപ്രമാണം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ പോയത്. അപ്പോൾ അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വിളിച്ചു പറഞ്ഞു നമുക്കൊരു വീട് നോക്കാം. അപ്പോൾ ഞങ്ങൾക്കൊരു നാട്ടിൻപുറത്തൊരു വീടുണ്ടായിരുന്നു, അത് വിൽക്കണം, ഒരു അവിടുത്തെ സാലറി സർട്ടിഫിക്കറ്റ് ഒരു ലോണും എടുത്തിട്ട് വീട് വാങ്ങിക്കാമെന്നുള്ള എല്ലാ പ്ലാനുകളും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴത്തേക്ക് വീട് വിൽക്കാൻ ആളിനെ തിരക്കി ഒരാൾ സമ്മതിക്കുകയും ചെയ്ത് വാങ്ങിക്കാമെന്നൊക്കെ സമ്മതിച്ച് ബാങ്കിൽ ഞങ്ങൾക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്ന ബാങ്കിൽ അവിടെ മാഡത്തിന് സംസാരിച്ചപ്പോൾ സാർ നാട്ടിൽ വരുമ്പോൾ ശരിയാക്കാമെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ഞങ്ങളുടെ ബന്ധുവായ സഹോദരൻ ഞങ്ങളൊരു വീട് കൊണ്ട് കാണിക്കുകയും ആ വീട് ഹസ്ബൻഡ് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾക്ക് ആ സഹോദരൻ പറഞ്ഞു ചേച്ചിയും കൂടെ വാ നമുക്ക് വീട് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് നോക്കിയിട്ട് എന്ത് കാശിൻ്റെ കാര്യമൊന്നും ആയില്ലല്ലോ എന്ന് പറഞ്ഞു. ചേച്ചി വാ നമുക്ക് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെയും കൂടെ വിളിച്ചിട്ട് പോയി. ഞാൻ അവിടെ പോയി വീട് കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഇവിടുത്തെ പരിശുദ്ധ അമ്മയുടെ അനുസരിച്ച് ഉപ്പും കൂടെ കയ്യിലുണ്ടായിരുന്നു. ആ ഉപ്പ് ആ വീടിൻ്റെ ഒരു കോർണറിൽ ശകലം ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വന്നത്. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ആ വീടിൻ്റെ ഓണറിൻ്റെ അടുത്ത് പോയി. ഞങ്ങൾ പോയപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മ ഞങ്ങൾക്ക് ഇതിലൊരു ഇതുമില്ല, അമ്മയെ ഈശോയാണ് കൂടെ പോയത്, എന്താണെന്ന് വെച്ചാൽ സംസാരിക്കേണ്ടത് എൻ്റെ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ടുകൊണ്ടാണ് ഞാൻ പോയത്. ഞങ്ങൾ ടോക്കൺ അഡ്വാൻസ് കൊടുത്തിട്ട് തിരിച്ച് വന്നിട്ട് പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ ഈ വസ്തു വാങ്ങാമെന്ന് പറഞ്ഞ ആൾ 6 മാസത്തെ കാലാവധി പറഞ്ഞു. ഞങ്ങൾ അക്കൗണ്ടുള്ള ബാങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ കോൺട്രാക്ട് സൈൻ ചെയ്ത പേപ്പറും കൂടെ ഉണ്ടെങ്കിൽ ലോൺ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കത് വല്ലാത്ത ടെൻഷനൊക്കെ ആയി. അപ്പോൾ അന്ന് രാത്രി ഞങ്ങൾക്ക് വലിയ ടെൻഷനായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ ഉറക്കത്തിൽ എനിക്ക് സങ്കീർത്തനങ്ങൾ 34 ആരോ എൻ്റെ ചെവിയിൽ പറയുന്ന പോലെ തോന്നി. ഞാൻ എണീറ്റ് സങ്കീർത്തനങ്ങൾ 34 ദൈവത്തിൻ്റെ സംരക്ഷണം എടുത്ത് വായിച്ചപ്പോൾ എനിക്ക് എന്തോ ഒരു വിശ്വാസം വന്നു മാതാവ് ഞങ്ങളെ കൂടെ ഉണ്ടെന്ന്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ വീട് കാണിക്കാൻ കൊണ്ട് ആ സഹോദരൻ തന്നെ പറഞ്ഞു SBIയിൽ പരിചയമുള്ള ഒരു മാനേജറുണ്ട്, സാർ ചേട്ടൻ അങ്ങോട്ട് ആ പേപ്പറെല്ലാം അവിടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പേപ്പറെല്ലാം അവിടെ സബ്മിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ. അപ്പോൾ ഈ സങ്കീർത്തനം 34 വായിച്ചതിന് ശേഷം അന്ന് ഞാൻ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് SBIയിൽ പേപ്പറെല്ലാം സബ്മിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് വിൽക്കാനുള്ള വസ്തുവിൻ്റെ ആധാരം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്ന് ടോക്കൺ എടുത്ത് അച്ഛനെ കാണാൻ വേണ്ടി ഇവിടെ വന്നിരുന്നപ്പോൾ എനിക്ക് നല്ല മുല്ലപ്പൂവിൻ്റെ സുഗന്ധം അനുഭവപ്പെട്ടു. അപ്പോൾ ഇവിടെ നിന്നപ്പോൾ തന്നെ എൻ്റെ ഹസ്ബൻഡ് ബാങ്കിൽ വിളിച്ചപ്പോൾ ബാങ്കിൽ ലോൺ ശരിയായിട്ടുണ്ടെന്ന് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റി. അപ്പോൾ ഇവിടെ നിന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് പോയി. രൊക്കം പൈസയ്ക്ക് ഞങ്ങൾ വീടെടുക്കാനും കാശ് രൂപ അച്ഛൻ തന്നു, അവിടെ കൊണ്ട് കുഴിച്ചിട്ടു. കുറച്ച് ദിവസത്തിന് വീടെടുക്കാനും ആൾ വന്നു. അങ്ങനെ ഞങ്ങൾക്ക് ആ വീട് വാങ്ങിക്കാനുള്ള കൃപ മാതാവ് തന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ വരുന്ന 4-ാം തീയതി ആ വീട്ടിലോട്ട് താമസം മാറുകയാണ്. അതിന് മാതാവിനെ കണ്ട് നന്ദി പറഞ്ഞു. മാതാവിനെയും കൂടെ ഞങ്ങളെ കൂടെ മാതാവിനെ വിളിക്കാനാണ് ഞാൻ ഇന്നിവിടെ വന്നത്. ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്തിരുന്നത്. ഞാനും എൻ്റെ മകനെ അടുത്തുള്ള ഗവൺമെൻറ് ഫോർട്ട് ഹോസ്പിറ്റൽ ഞായറാഴ്ചകളിൽ അവിടെ അടുത്ത് കടകളൊന്നുമില്ല. ഒരു 15 പേർക്കുള്ള ഒരു വാർഡിൽ 15 പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് ഞാനും അവനും കൂടെ കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു. പിന്നെ 2 ഓൾഡ് ഏജ് ഹോമുകളിൽ ഞങ്ങൾ പോകും, ഫ്രൂട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കൊടുക്കുമായിരുന്നു. പിന്നെ പരിശുദ്ധ അമ്മയുടെ ഉപ്പുണ്ട്. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരമ്മയ്ക്ക് മരുന്ന് കഴിച്ച അലർജിയായിരുന്നു, ദേഹം മൊത്തം നീരായിരുന്നു. ഇടുന്ന ഡ്രസ്സൊക്കെ വലിച്ച് കീറിയാണ് എടുത്തത്. അപ്പോൾ ഒരു ദിവസം ഞാൻ പോയപ്പോഴത്തേക്ക് അമ്മ ഭയങ്കര നീരായിട്ട് കിടന്നു. അപ്പോൾ ഞാൻ ഇവിടുത്തെ വിശുദ്ധ തൈലം ഉപ്പും കൂടെ കൊണ്ടുവന്ന് ഉപ്പ് വെള്ളത്തിൽ കലക്കി കുടിക്കാനും കൊടുത്തു. തൈലം അമ്മയുടെ നെറ്റിയിലും ദേഹത്തൊക്കെ പരട്ടി കൊടുത്തിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. പിറ്റേന്നായപ്പോഴത്തെ അമ്മയ്ക്ക് നീരെല്ലാം മാറി നല്ല സുഖമായി. അതിനുശേഷം എല്ലാ മാസം അമ്മേൻ്റെ കൂടെ ഇവിടെ വരാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. പ്രഭാഷകന്റെ പുസ്തകം 39-ാം അധ്യായം 33 മുതലുള്ള തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു. കർത്താവിൻ്റെ പ്രവൃത്തികൾ ഉത്തമമാണ്, യഥാസമയം അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു.
ഒന്നും മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല. ഓരോന്നും യഥാകാലം നന്മയായി തെളിയും. ശ്രീജിത്തും അമ്മ മായയും ഇവിടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. തങ്ങൾക്ക് കിട്ടിയത് മറ്റൊരിടത്തും കിട്ടാത്തതാണ്. പലതരത്തിലുള്ള ചികിത്സകളൊക്കെ തങ്ങൾ നടത്തി നോക്കി. അപ്പോഴൊന്നും 7 വർഷം വരെ ഡിപ്രഷനിലായിരുന്നു. 7 വർഷമായിട്ട് താൻ അനുഭവിച്ചു കൊണ്ടിരുന്ന ഡിപ്രഷൻ, അത് ഗ്ലൂമി ആയിട്ട് മറ്റാരോടും ഒന്നും ഒരു ബന്ധവുമില്ലാതെ, അതിനൊരു പേടി, ഒറ്റയ്ക്ക് മുറിയിലായിരിക്കുന്ന അവസ്ഥ. ഈ ഒരു അവസ്ഥയിൽ ആ മകനെ ക്ലാസ്സിൽ നിന്ന് പോലും വേറെ സ്കൂൾ വിദ്യാഭ്യാസത്തിനൊക്കെ തടസ്സം നേരിട്ടു. അങ്ങനെ തനിക്ക് ഒറ്റയ്ക്ക് പഠിക്കേണ്ട അവസരം പോലും, അതായത് തനിക്ക് മാത്രമായിട്ട് ട്യൂഷൻ പോലെയുള്ള അവസരങ്ങൾ, അങ്ങനെയുള്ള ഒരു അവസരത്തിലും കൂടി കടന്നു പോകേണ്ടി വന്നു ഈ മകന്. അത്രയേറെ പേടിയായിരുന്നു. എന്നാൽ തൻ്റെ അമ്മ ഉടമ്പടി എടുത്തതിന് ശേഷം ഇന്ന് ശ്രീജിത്ത് എത്ര സന്തോഷത്തോടെ ഈ അൾത്താരയിൽ സാക്ഷ്യം പറഞ്ഞു എന്നതിന് നാം തന്നെ സാക്ഷികളാണ്. തൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറി. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ വന്ന് കാണുന്നു. അച്ഛൻ്റെ പ്രാർത്ഥന, കൈവയ്പ് ശുശ്രൂഷ സ്വീകരിക്കുന്നു. താൻ തന്നെ ഉടമ്പടി എടുത്ത മകനായി മാറുകയാണ്. താൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഒന്നുകൂടി തനിക്ക് ബലം കിട്ടി. കൺസിസ്റ്റൻസി തൻ്റെ ജീവിതത്തിൽ വന്നു. അതിനു മുൻപ് വരെയും തനിക്കൊരു കൺസിസ്റ്റൻസി ഇല്ലായിരുന്നു. നിലനിൽപ്പ് ഒന്നിലുമില്ല. എവിടെ പോയാലും 2-3 ആഴ്ചകൾ അല്ലെങ്കിൽ കൂടി കുറച്ച് ദിവസങ്ങൾ, അതിനുള്ളിൽ ആ മകൻ തിരിച്ചു വരും. ഇതായിരുന്നു അവസ്ഥ. എന്നാൽ നിലനിൽപ്പ് തനിക്ക് കിട്ടി എന്നാണ് ഈ ചെറുപ്പക്കാരൻ പറയുന്നത്. അങ്ങനെ തൻ്റെ ഉടമ്പടിയിലൂടെ താൻ പ്രാർത്ഥന എന്താണെന്ന് പഠിച്ചു. 6 മണിക്കൂറൊക്കെ ഒറ്റ സ്ട്രെച്ചിന് ഇരുന്ന് ജപമാല പ്രാർത്ഥിക്കുക, ബൈബിള് വായിക്കാനുള്ള ഒരു തീഷ്ണത, അത് ഇന്നും തുടരുന്നു. അങ്ങനെ താൻ പഠിച്ച ദൈവവചന ഭാഗങ്ങൾ അതൊക്കെ ഇവിടെ ഉദ്ധരിച്ച് ഈ മകൻ സംസാരിക്കുകയുണ്ടായി. ഇതെല്ലാം നാം തന്നെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. തനിക്ക് ഡ്രൈവ് ചെയ്യാൻ ഭയമായിരുന്നു. എങ്ങനെയാണ് താൻ തൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു സ്വരം കേൾക്കുന്നത്? അതുകൊണ്ട് തന്നെയാണ് ഏശയ്യ 30 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നുണ്ട്. 21 നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. ഈ ഒരു സ്വരം ഇത് ഏതോ ഒരു കാലത്ത് ബൈബിളിൽ എഴുതി വെച്ച സ്വരം അല്ല. ഇന്നും ജീവിക്കുന്ന സത്യദൈവം മനുഷ്യ മക്കളുടെ കൂടെ സഞ്ചരിക്കുന്നു. അവർക്കിന്ന് സാന്നിധ്യമായിട്ട്, സ്വരമായിട്ട്, സുഗന്ധ അഭിഷേകമായിട്ടൊക്കെ ദൈവം കടന്നു വരുന്നു. അത് താൻ അനുഭവിച്ചു. പിന്നീട് താൻ എത്ര കിലോമീറ്റർ ഡ്രൈവ് ചെയ്തു. ഇന്ന് തനിക്ക് യാതൊന്നിനും പേടിയില്ല. തൻ്റെ കൂടെ ദൈവിക സാന്നിധ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ മകൻ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യം പറയുന്നതും. അതുകൊണ്ട് ശ്രീജിത്തിൻ്റെ സാക്ഷ്യത്തിൽ ജോബിൻ്റെ പുസ്തകമൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഈ മകൻ പറയുന്നുണ്ട്. ജോബ് 19 വീണ്ടും തിരുവചനം അരുളി ചെയ്യുന്നുണ്ട്. എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും. അവിടുത്തെ ഞാൻ എൻ്റെ പക്ഷത്ത് കാണും. മറ്റാരെയുമല്ല, അവിടുത്തെ തന്നെ എൻ്റെ കണ്ണുകൾ ദർശിക്കും. അതാണ് ഇന്ന് ശ്രീജിത്ത് പറയുക. തനിക്ക് വേണ്ടിയിട്ട് ആരുമില്ലായിരുന്നു. തനിക്ക് ഒന്ന് പറയുവാനോ തൻ്റെ സങ്കടം കേൾക്കുവാനോ തന്നെ ആശ്വസിപ്പിക്കുവാനോ. എന്നാൽ അമ്മയുടെ ഉടമ്പടിയിലൂടെ തനിക്ക് കിട്ടിയ കൃപകൾ അത് തൻ്റെ ഉടമ്പടിയിലൂടെ വർദ്ധിച്ചു. പിന്നീട് തനിക്കെല്ലാമായിട്ടുള്ളത് ഇന്ന് ദൈവ സാന്നിധ്യം മാത്രമാണ്. വീണ്ടും തങ്ങൾക്ക് ഒരു പുതിയ ഭവനം ലഭിക്കുന്നത്, തങ്ങളുടെ പഴയ ഭവനം വിൽക്കാൻ സാധിച്ചത്, അതുപോലെ തൻ്റെ അമ്മയുടെ രോഗസൗഖ്യം, ഭർത്താവിന് 20 വർഷമായിട്ടുണ്ടായിരുന്ന പലതരത്തിലുള്ള അസ്വസ്ഥതകൾ മാറിക്കിട്ടുന്നത്, അതുപോലെ ഭർത്താവിൻ്റെ വിദേശ ജോലി, തൻ്റെ തന്നെ രോഗസൗഖ്യം, 7 വർഷമായിട്ടുണ്ടായിരുന്ന ബ്ലീഡിങ്, ഇതൊക്കെയാണ് ഈ മകളും ഇവിടെ പങ്കുവെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇന്ന് അമ്മയും മകനും ഒരുമിച്ച് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ഭക്ഷണമില്ലാത്തവരെ, വിശക്കുന്നവരെ സംതൃപ്തരാക്കാനായിട്ട് തങ്ങൾ തന്നെ പൊതിച്ചോറുമായിട്ട് ഇറങ്ങുന്നു. കൃപാസന പത്രം പ്രാർത്ഥിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. അങ്ങനെ ദൈവം ഇന്ന് മഹത്വപ്പെടുവാൻ തങ്ങളുടെ ജീവിതത്തിലൂടെ തങ്ങൾ അനുഭവിച്ച ദൈവിക അംശം അത് മറ്റുള്ളവർക്ക് കൂടി ലഭിക്കണം. തങ്ങൾക്ക് മാത്രമായാൽ പോരാ. ഒത്തിരിയേറെ പേര് ഇവിടെ വരുന്നതിന് ഇവർ മൂലം ഇടയായി എന്നൊക്കെയാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുക. തീർച്ചയായും ദൈവം ജീവിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് വേണ്ടി പങ്കുവെച്ച്
നമ്മെയും പ്രചോദിപ്പിക്കുന്ന ഓരോ മക്കളെയും നന്ദിയോടെ നമുക്ക് ഓർക്കാം, കരങ്ങളടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം.